ദുബായ് അബുദാബി യാത്രയ്ക്ക് ഇന്റർസിറ്റി ബസ്സുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത ദുബായ് RTA അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദുബായിലെ അൽക്കൂസിൽ നിന്ന് അബുദാബി മുസഫ ബസ് സ്റ്റേഷനിലേക്ക് എല്ലാ ദിവസവുമുള്ള ഒരു സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു മാസമായിട്ട് ഇത് റൺ ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ എക്സ്പ്രസ്സുമായി സഹകരിച്ചാണ് ഈ ഒരു സർവീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ദുബായ് RTAയുടെ തന്നെ സർവീസാണത്. അതുകൊണ്ട് പേയ്മെൻറ്റിനായി നോൾ കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. 25 ദിർഹംസ് ആണ് വൺ വേ ടിക്കറ്റിനായി ഈടാക്കുന്ന നിരക്ക്. ഇതിൻ്റെ ഇടയിൽ ഓൺ പാസീവ് എന്നൊരു സ്റ്റേഷനിലാണ് നിർത്തുന്നത്. അബുദാബി മുസഫയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദുബായ് അൽക്കൂസ് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപായിട്ട് ഫ്രീ വൈഫൈയും ഫ്രീ ആയി വെള്ളവും നൽകുന്നു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. എല്ലാ ദിവസവും 3 മണിക്കൂർ ഇടവേളകളിലാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അതായത് ഒരു ദിവസം 4 സർവീസുകൾ ഉണ്ടെന്നാണ് ബസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ കുറച്ച് നാളുകളായി അബുദാബി മുസഫ ബസ് സ്റ്റേഷനിൽ നിന്ന് ദുബായിലേക്കുള്ള ഇന്റർസിറ്റി ബസ്സുകൾ വെട്ടിക്കുറച്ചിരുന്നു. അതായത് വീക്കെൻഡ്സിൽ മാത്രമായിരുന്നു റെഗുലറായിട്ട് ബസ്സുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഇത് ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്വാസമായിരിക്കും. പിന്നെ ഇതിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നോൾ കാർഡ് റീചാർജ് ചെയ്യാനായി ബസ് സ്റ്റേഷനിൽ നമുക്ക് ക്യാഷ് തന്നെ കൊടുക്കണം, കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ല. ദുബായിൽ വലിയ മാർക്കറ്റുള്ള ഒരു സംഭവമാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ്. മുടി കൊഴിച്ചിലും കഷണ്ടിയൊക്കെ ഒരുപാട് ആളുകൾക്കുള്ളതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ചുരുങ്ങിയ നിരക്കിൽ ഇത് ചെയ്യുന്ന സ്ഥാപനങ്ങളും കേന്ദ്രങ്ങളും ഒക്കെ അന്വേഷിച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറവിൽ തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുബായിൽ അനധികൃതമായി അപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ച്, അതായത് പ്രത്യേകിച്ച് ലൈസൻസോ മറ്റോ ഒന്നും ഇല്ലാതെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തിയിരുന്ന ഒരാളെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വളരെ വ്യാപകമായി പരസ്യമൊക്കെ കൊടുത്തുകൊണ്ടായിരുന്നു ഈ സർവീസ് ഇങ്ങനെ നടത്തിപ്പോകുന്നത്. അപ്പോൾ ഇത് ആളുകൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഇങ്ങനെ ഓതന്റിസിറ്റി ഇല്ലാത്തൊരു ട്രീറ്റ്മെൻറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുമെന്ന് കണ്ടതിനെ തുടർന്നാണ് ഹെൽത്ത് അതോറിറ്റിയുമായി സഹകരിച്ച് ദുബായ് പോലീസ് ആക്ഷൻ എടുത്തിരിക്കുന്നത്. UAE-യിലെ ഏറ്റവും സ്വാധീനമുള്ള പ്രവാസികളിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഒന്നാമത്. UAE ഒരു ഗ്ലോബൽ പവർ ഹൗസ് ആക്കി മാറ്റിയ ലീഡേഴ്സ് എന്നുള്ളൊരു പട്ടിക ഫിനാൻസ് വേൾഡ് പുറത്തിറക്കിയിരുന്നു. അതിലെ ടോപ്പ് 100 എക്സ്പാറ്റ്സിൻ്റെ ആ ഒരു ലിസ്റ്റിലാണ് ശ്രീ MA യൂസഫ് അലി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഭാട്ടിയ ഗ്രൂപ്പ് ചെയർമാൻ അജയ് ഭാട്ടിയാണ് രണ്ടാമതുള്ളത്. ജോയ് അലുക്കാസ്, തുമ്പൈ ഹോസ്പിറ്റൽ സ്ഥാപകൻ തുമ്പൈ മൊയ്തീൻ തുടങ്ങിയവരും ഈ ഒരു പട്ടികയിലെ ആദ്യ 10 സ്ഥാനത്തിലെത്തിയിട്ടുണ്ട്.